ജീവിതം. പലപ്പോഴും അർത്ഥം കിട്ടാതെ ഉഴറിപ്പോകുന്ന 3 വാക്കുകൾ. കോടാനുകോടി മനുഷ്യർ ജീവിച്ചു മരിച്ചുപോയ ഭൂമികയിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. നമുക്ക് മുമ്പ് ഒരുപാട് പേര് ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നടന്നു കയറിയിട്ടുണ്ട്. കരഞ്ഞും ചിരിച്ചും ദേഷ്യം വെച്ചും പരസ്പരം കയർത്തും നിശബ്ദരായും കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ലക്ഷ്യം പൂർത്തിയാക്കിയവരാണ്. ഉറങ്ങിയും ഉണർന്നും തിന്നും കുടിച്ചും സുഖിച്ചും കഴിയുന്ന ഒരു ദിനേന പ്രക്രിയക്കപ്പുറം മറ്റെന്തെങ്കിലുമുണ്ടോ? ചിന്തിക്കാനും ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നത് പകർന്നു നൽകാനും കഴിയുന്ന മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? മറ്റു ജീവികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ജീവിതശൈലി കുടമകളായ മനുഷ്യർക്ക് ജീവികളുടെ മേൽക്കോയ്മ കിട്ടിയത് വെറുതെയാണ്. സുഖിച്ചു ജീവിച്ചു മരിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം വിലമതിക്കാനാവാത്ത മൂല്യങ്ങളെ പിന്തുടരാൻ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രകൃതിയിലെ മറ്റു ജീവികൾക്കെന്ന പോലെ മനുഷ്യർക്കും ചില കടമകളുണ്ട്. അത് സുഖങ്ങളിൽ മാത്രം തളയ്ക്കപ്പെട്ടതല്ല. ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള മനുഷ്യായുസിൽ അങ്ങോളം ഇങ്ങോളം അവ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ജീവിത രീതിയാണ് മനുഷ്യൻ്റേത്. അതിൽ നിന്ന് ഒറ്റ തിരിഞ്ഞു നടക്കുക എന്നത് മനുഷ്യ സ്വഭാവമല്ല. മൃഗീയ വികാരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മാനുഷിക വികാരങ്ങൾ. മൃഗീയ വാസനകളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ അതറിഞ്ഞിരിക്കണമെന്ന് മാത്രം. മൂല്യം നിറഞ്ഞ ലക്ഷ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുകയും സുഖം മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ മനുഷ്യരാശിയുടെ മുഴുവൻ ശത്രുക്കളാണ്. മൂല്യങ്ങളിൽ നിന്ന് മാറി നടന്നാൽ പിന്നെ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമെന്ത്? പരസ്പരം കൊന്നു നിലവിളിക്കാൻ പിന്നെ പ്രയാസമെന്ത്? യഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് മതകീയ ശാസനകളുണ്ട്. സ്വന്തം ജീവിതം മാതൃകകളാക്കി പലരും അത് കാണിച്ചു തന്നിട്ടുണ്ട്. വെള്ളിവെളിച്ചങ്ങളായി അവരുടെ മൊഴിപ്പകർപ്പുകൾ നമ്മുടെ മുന്നിലിരിക്കെ ലക്ഷ്യങ്ങളില്ലാതെ നാം എന്തിന് ഉഴറണം? വഴിതെറ്റി വിദ്വേഷവും വെറുപ്പും കലർത്തി ജീവിതം മുഴുവൻ മലീമസമാക്കണം.